ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 23-ാം വാരം വ്യാഴം. തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുക വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നലെ നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെപ്പറ്റി വായിച്ചു കേട്ടു. ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ വിശദീകരണമാണ് ഇന്ന് യേശുനാഥൻ ഈ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. എങ്ങനെ ദരിദ്രനായി ജീവിക്കുവാൻ സാധിക്കും, എങ്ങനെ ദൈവരാജ്യം സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരും ലോകവും ശിഷ്യന്മാർക്കെതിരെ തിരിയുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ശിഷ്യന്മാര് എന്തു ചെയ്യണം? അവരെ സ്നേഹിച്ചു തുടങ്ങണം. അങ്ങനെ ശത്രുക്കളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ദൈവസ്നേഹം അവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നു. ഇത് സാധ്യമാണോ എന്ന ചോദ്യമുണ്ട്. അതിനുത്തരവും ഈശോ തന്നെ നൽകുന്നുണ്ട്. ഇത് സാധ്യമാണ്. കാരണം ദൈവം സ്നേഹമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ നാം ദൈവത്തെ തന്നെയാണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇതിനായി യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പതിയെ പതിയെ അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുന്നു. 4 ദുരിതങ്ങൾ തൊട്ടു മുമ്പ് യേശുനാഥൻ വ്യക്തമാക്കുന്നു. അതിന് സമാന്തരമായി 4 നിർദ്ദേശങ്ങളും നൽകുന്നു. അതായത് സ്നേഹിക്കുക, നന്മ ചെയ്യുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതായത് യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരെ വീരോചിതമായി സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നതാണെന്നും നമ്മെ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും. അങ്ങനെ 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാൻ സാധിക്കുന്നു. ഒന്ന്, ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ജീവനും മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു. ചെകിടത്ത് അടിക്കുന്നവന് എന്ത് ചെയ്യണം? സ്വയരക്ഷയ്ക്കായി മറ്റുള്ളവരെ അടിക്കുവാനും കൊല്ലുവാനും ഭരണഘടന അവകാശം നൽകുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുക. എന്നാൽ സ്വയരക്ഷയ്ക്ക് പകരം മറ്റൊരു നിലപാടെടുക്കുവാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. ശാരീരികമായി ഉപദ്രവിക്കുന്നവരോട് സഹിഷ്ണുത കാണിക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക. അവൻ സത്യം മനസ്സിലാക്കുന്നത് വരെ നന്മ ചെയ്യുക. അവൻ സ്നേഹത്തിൽ വീഴുന്നത് വരെ നന്മ ചെയ്തുകൊണ്ട് അവനെ സ്നേഹിച്ച് സ്വന്തമാക്കുക. ഇതാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ലൂക്കാ സുവിശേഷത്തിലേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചോദിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കൊടുക്കുക എന്ന്. സമ്പത്ത് എല്ലാവരുമായി പങ്കുവയ്ക്കുവാനാണ് ഇവിടെ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വ്യക്തമാക്കുക. വായ്പ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത് എന്ന് മത്തായി ശ്ലീഹ വിവരിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത് എന്ന് വ്യക്തമാക്കുന്നു. സമ്പത്ത് പങ്കുവയ്ക്കുക എന്ന ഡിമാൻഡിനെ യൂണിവേഴ്സലായിട്ട് യേശുനാഥൻ അവതരിപ്പിക്കുന്നത് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദരിദ്രനാവുക, ദൈവരാജ്യത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുക. ആദ്യ സുവിശേഷത്തിലെല്ലാം, അതായത് 3 സുവിശേഷങ്ങളിലും സുവർണ നിയമം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഇതാണ് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും മറ്റുള്ളവരോട് ചെയ്യുവിൻ.
പെരുമാറ്റത്തെ പറ്റിയാണ് ഇവിടെ ലൂക്കാസ് വിശേഷകൻ വ്യക്തമാക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുക എന്നതും ഒരു പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ശത്രുക്കളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവരുടെ സ്നേഹവും നമ്മളിലേക്ക് കടന്നു വരും. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുക. നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുക. ഇതാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനുദിനം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സ്നേഹിക്കുവാനും ഈ ലോകം മുഴുവനും നന്മ കൊണ്ട് കീഴടക്കുവാനും സ്നേഹം കൊണ്ട് കീഴടക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. കാരണം എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. കാരണം ദൈവം സ്നേഹമാകുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.